Another triangle. ഇത് കണ്ടില്ലേ, ഇതൊരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിളാണ്. ഇവിടെ നമുക്ക് ഹൈറ്റ് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഏരിയ കാണുക? ഹൗ ഡു വി കമ്പ്യൂട്ട് ഏരിയ? ഓക്കെ, ദിസ് ഈസ് എൻ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ. ദർ ഇസ് നോ ഹൈറ്റ് ഇൻ ദിസ് ഫിഗർ. ഹൗ ടു ഫൈൻഡ് ഔട്ട് ഏരിയ? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഏരിയ? ഹിയർ ബേസ് എക്സ്റ്റെൻഡ്. ഇവിടെ കണ്ട പിക്ചർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ബി സി എന്ന് പറയുന്നതാണ് ബേസ് എന്ന് പറയുന്നത്. ബി സി എക്സ്റ്റെൻഡ്, ദെൻ ഡ്രോ എ ഹൈറ്റ് ഔട്ട്സൈഡ് ഓഫ് ട്രയാങ്കിൾ. നമ്മൾ മുന്നേ ഒക്കെ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഹൈറ്റ് നടുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈഡിലായിരുന്നു ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പിക്ചറിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് കളർ പോർഷനാണ്. Here we want to find out the area of this colored portion A, B, C. First draw BC extend to CD and draw a height AD. AD is height and CD is a extended line. അപ്പോൾ ബി സി എന്ന് പറയുന്നത് ബി ഡി ആയിട്ട് മാറിയിട്ടുണ്ട്. We want to find the area of this colored portion. First find area of large triangle BDA and subtracted ADC. നമുക്ക് ഫസ്റ്റ് വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഈ സ്മോൾ ട്രയാങ്കിൾ, കാരണം ഇത് മാത്രമേ നമുക്ക് ഹൈറ്റ് ഉള്ളത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. സോ സബ്ട്രാക്റ്റഡ് ലാർജ് ഏരിയ മൈനസ് ദിസ് സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ലാർജ് റൈറ്റ് ട്രയാങ്കിൾ മൈനസ് സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ, ദെൻ വി get to the area of ABC. Okay, here first find out area of ABD. ABD equal to half BD into AD. Next area of ACD. ACD means this small triangle. ACD equal to half CD. CD is the base. CD into height. Then we want to find out area of ABC equal to area of large, area of ABD minus area of ACD. We subtract area of large minus area of small right triangle. Then subtract this common. BD and AD is common. This both AD is common. Therefore, we can write BD minus CD. Here BD minus CD means BD minus CD means BD is total line. CD is this line. Therefore, BC is this one. BC is this line. Okay. Therefore, area of colored portion equal to half into BC into AD. Half into BC into AD. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാവുന്നത്, നമുക്ക് ഏത് തരത്തിലുള്ള ട്രയാങ്കിൾ ആയാലും അതിന് ബേസ് ഇല്ലെങ്കിൽ നമ്മളെന്ത് ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് റൈറ്റ് ട്രയാങ്കിൾ വരഞ്ഞാലും നമ്മൾ ബേസ് ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്ത ബേസ് എടുക്കാൻ പാടില്ല. ബട്ട് വി ക്യാൻ ടേക്ക് ദ ഹൈറ്റ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. വി ക്യാൻ ടേക്ക് ഹൈറ്റ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഫസ്റ്റ് ബേസ്. ഫസ്റ്റ് ഗിവൺ ബേസ് ഹാഫ് ഇൻറ്റു ബേസ് ബി സി ഇൻറ്റു എ ഡി. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി. Okay, look at the figure. This is our right triangle ABC. I extend with dot this line and draw a perpendicular line. Area of triangle equal to half into BC into AD. AD means this perpendicular line length. AD and BC. Multiply and take the half. A rectangular plot is 30 meters long and 10 meter wide. Within it, a rectangular part is marked for planting. Okay, what is the area of this part? Okay, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റെക്റ്റാങ്കുലർ പ്ലോട്ടിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കുലർ പാർട്ട് എടുത്തിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ദിസ് പാർട്ട്. This is a triangle. So how to find out area? Area equal to half into base into height. Okay, half into base into height. This is our triangle. This height is 10 and base is 20. Therefore, half into 20 into 10, 200 half is 100 square centimeter. What is the area of triangular part to the right triangle of area of plantain?
റൈറ്റ് ടു ദ ഇതിൻ്റെ നമ്മുടെ ഈ പ്ലാന്റെയിൻ നട്ടതിൻ്റെ റൈറ്റ് കാണുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ദിസ് ഈസ് ബേസ് ആൻഡ് ഹൈറ്റ്. Therefore, area equal to half into 16 into 10. Half into 16 into 10. Half into 16 into 10. Then multiply to get 160. 16 into 10 is 160. Half is 80 square centimeter. 80 square centimeter. നമ്മുടെ പ്ലാന്റെയിൻ ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കുലാർ പാർട്ട് ടു ദ റൈറ്റ് ഓഫ് ദ ഏരിയ ഓഫ് പ്ലാന്റെയിൻ? അതിൻ്റെ നമ്മുടെ പ്ലാന്റെയിൻ കൃഷി ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 10. 16 ഇൻറ്റു 10 ഈസ് 160. ടേക്ക് ഹാഫ്, 80 സ്ക്വയർ സെൻറ്റിമീറ്റർ. Okay, here the C question. What is the area of the trapezium to the left of the plantain area? നമുക്കിനി ബാക്കിയുള്ള പ്ലാന്റെയിൻ്റെ ഏരിയ കാണണം, അതായത് ബാക്കിയുള്ള റെക്റ്റാങ്കിളിൻ്റെ ബാക്കി സ്പേസിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി, ഇതിൻ്റെ ഏരിയ കണ്ടെത്തി, ഈ ഭാഗത്തിൻ്റെ ഏരിയ നമുക്കറിയില്ല. ഈ ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ നമ്മൾ ടോട്ടൽ കണ്ടിട്ട് ഇത് രണ്ടും അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാർട്ടും സബ്ട്രാക്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ ബാക്കിയുള്ള ബാലൻസ് പാർട്ട്. അപ്പോൾ ഈ ബാലൻസ് ലെഫ്റ്റ് ഓഫ് ദ പ്ലാന്റെയിൻ ഏരിയ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം? ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ട്രപ്പീസിയമാണ്. ട്രപ്പീസിയം മീൻസ് ദീസ് ടു ലൈൻസ് ആർ പാരലൽ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. Okay, so first find out area of rectangle. Area of rectangle means total figure. Total area equal to length into breadth. Length is 30 centimeter. Length is 30 centimeter. Where did we get that 30 in question? A rectangular plot is 30 meters long. Given that length is 30 centimeter, therefore 30 into 10, breadth is 10. 30 into 10 is 300 square centimeter. The total area of rectangular plot. Then area of trapezium equal to 300 minus. We got the answer. 100 is plantain part area 100 and right side part is 80. Therefore total 180. 100 180. നമ്മൾ പ്ലാന്റെയിൻ പാർട്ടിൻ്റെ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു 100 സ്ക്വയർ സെൻറ്റിമീറ്റർ. പിന്നെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? അതിൻ്റെ പ്ലാന്റെയിൻ ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡുള്ള ആ പാർട്ടിൻ്റെ ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ടു ആഡ് 100 പ്ലസ് 80 ആഡ് ടു ഗെറ്റ് 180. അപ്പം നമ്മൾ ആ ഭാഗം അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ 300 മൈനസ് 180 ദാറ്റ്സ് ഈക്വൽ ടു 120 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ആങ്കിൾ അറ്റ് ബി. ഇതിൻ്റെ പിക്ചർ ഇല്ലായിരുന്നു. പിക്ചർ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനനുസരിച്ചിട്ട് പിക്ചർ വരെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ആങ്കിൾ അറ്റ് ബി ഈസ് റൈറ്റ്. നമ്മൾ എ ബി സി വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ആംഗിൾ റൈറ്റ് മീൻസ് ബി ആംഗിൾ ടേക്ക് 90 ഡിഗ്രി. അപ്പം നമുക്ക് മനസ്സിലാവും എ ബി സി ആണ്. ഫസ്റ്റ് ഡ്രോ. ഇവിടെ എന്തോ ഒരു മാർക്ക് ആയതാണ്. ദിസ് ഈസ് നോട്ട് എ പോയിൻ്റ്. ഓൺലി ഡ്രോ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി ഈസ് ദ റൈറ്റ് ട്രയാങ്കിൾ പിക്ചർ. ഇറ്റ്സ് ഏരിയ 48. അതായത് ഇവിടെയുള്ള ഈ പിക്ചറിൻ്റെ ഏരിയ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 48 തന്നിട്ടുണ്ട്. നെക്സ്റ്റ്. ആൻഡ് ദ ലെങ്ത് ഈസ് ബി സി ഈസ് 8. ബി സി ഈസ് ഗിവൺ 8. ടോട്ടൽ ഏരിയയും തന്നിട്ടുണ്ട്, ബി സി ലെങ്ത്തും തന്നിട്ടുണ്ട് 8. ദ സൈഡ് ബി സി ഈസ് എക്സ്റ്റെൻഡ്. ഈ ബി സി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡോട്ടഡ് ചെയ്തത്. എക്സ്റ്റെൻഡഡ് ബൈ 6 സെൻറ്റിമീറ്റർ. The line length extended by 6 centimeters to D. എവിടം വരെ? ഡി വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റഫ് ഫിഗറാണ്. നോട്ട് ടേക്ക് കറക്റ്റ് മെഷർമെൻറ്റ്. നമുക്കിവിടെ എന്താണ് കറക്റ്റ് മെഷർമെൻറ്റിനൊന്നും ആവശ്യമില്ല. ഇതേ മോഡലുള്ളൊരു പിക്ചർ മാത്രമേ വേണ്ടുള്ളൂ. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഡ്രോ, ദെൻ റൈറ്റ് ദ മെഷർമെൻറ്റ് 8. ഇവിടെ 8 സെൻറ്റിമീറ്റർ വേണമെന്നില്ല, ഓൺലി റൈറ്റ് 8. ദെൻ കുറച്ച് ലൈൻ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് പ്ലേസ് റൈറ്റ് 6. Then join this end. Okay, this is our triangle ABD. We want to find out area of ACD. നമുക്ക് ഇവിടെയുള്ള ഈ പുറമേയുള്ള ഈ പാർട്ടിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഈ പാർട്ടിൻ്റെ ഏരിയ. We know that space means we write area of ABD. ABD minus area of ABC. നമ്മൾ ഈ വലിയ ട്രയാങ്കിളിന്
ഈ നമ്മുടെ ഫസ്റ്റ് വരുന്ന ട്രയാങ്കിൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്പേസ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് റൈറ്റ് ഏരിയ ഈക്വൽ ടു 48, ഹാഫ് BH. ഹാഫ് BH മീൻസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 48. Half base is given, base is 8 cm given 48. Then half of 8 is 4, 4h equal to 48. H equal to 48 by 4 equal to 12. Area of large triangle. First write area of large triangle equal to half into base is 14. നമുക്ക് എങ്ങനെയാണ് 14 എന്ന് പറയുന്ന ബേസ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് ഇവിടെ 8ഉം ഇവിടെ 16ഉമാണ്. നമുക്കിപ്പോൾ ഹൈറ്റ് ഇവിടെ 12 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ്, അതായത് വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഈസ് 8 + 6 14 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഈസ് 14 ഇൻറ്റു 12. ഹാഫ് ഓഫ് 14 ഈസ് 7 ഇൻറ്റു 12 ഈക്വൽ ടു 84 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ദർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC, നമുക്ക് ആ ചെറിയ പീസിൻ്റെ എന്താണ് കാണേണ്ടത്? നമുക്കറിയാം ടോട്ടൽ വലിയ ട്രയാങ്കിളിൻ്റെ 84 ആണ്, മറ്റേ ട്രയാങ്കിളിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് 48 എന്ന്. സോ സബ്ട്രാക്ട് 36 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ കട്ട് ഇൻ ടു സ്മോൾ പീസസ്, 1 2 3 പീസസ്. ഓക്കെ, നമുക്ക് എന്ത് വേണം? ഈ ഫിഗറിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് EFG അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? EGF. എങ്ങനെയായാലും കുഴപ്പമില്ല, FEG എന്ന് പറയാം അല്ലെങ്കിൽ GEF എന്ന് പറയാം. ഇവിടെ EFG എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In the figure, ABCD is a rectangle and EFG is a right angled triangle. What are the areas of trapezium AFED and ECBF? അപ്പം നമുക്ക് AFED എന്ന് പറയുന്നത് ഈ ഒരു ട്രപ്പീസിയം ആണെന്ന് മനസ്സിലാക്കാം, ഈ ഭാഗം, ഈ പിക്ചർ. ഇനി നെക്സ്റ്റ് പറയുന്ന പിക്ചർ ഏതാണ്? ECBF. ECBF എന്ന് പറയുന്നത് ECBF, ഈ ലൈൻ ഇല്ലാത്ത ഭാഗം. ഈ പിക്ചറും ഈ ലൈൻ ഇല്ലാണ്ട് ECBF ഈ പാർട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടും, ഈ ട്രയാങ്കിളും ഈ റെക്റ്റാങ്കിളും കൂടിയുള്ള പാർട്ടിനെയാണ് ECBF എന്ന് പറയാം. So we want to find out area of AFED and ECBF. Okay, for that first find out area of triangle, area of rectangle. നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ദിസ് പാർട്ട് റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ, ദെൻ ആഡ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ECBFൻ്റെ ഏരിയ കിട്ടും. സോ ഫസ്റ്റ് ഫൈൻഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ECBG equal to 6 into 10, length into breadth, 60 square centimeter. Area of triangle EGF, look at the figure, EFG അല്ലെങ്കിൽ EGF നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. Look at that triangle, half into base into height. Base is given, base is 4 cm and height is 10 cm. നമുക്കത് ഹൈറ്റും ബേസും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. 4 into 10 ആയാലും 10 into 4 ആയാലും സെയിം ആൻസർ തന്നെയാണ്. സോ 10 into 4 multiple and take the half. Okay, here we first find out area of rectangle. Rectangle is last part, rectangle figure ആണ്. So ECBG area equal to 6 into 10. Length is 6 and breadth is 10. So 60 square centimeter. Area of triangle EGF. Look at the figure. EGF, half into 10 into 4 or half into 4 into 10. 10 into 4 is 40. Half of 40 equal to 20 square centimeter. Next, area of trapezium ECBF. ECBF എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏരിയ of rectangle plus area of triangle. Area of rectangle equal to 60. Area of triangle equal to 20. Therefore, area of trapezium ECBF. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഏരിയ നമുക്ക് 60 കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ഏരിയ 20 കിട്ടിയിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ECBF equal to 60 plus 20 equal to 80 square centimeter. Okay, next we want to find out area of this part. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ലാർജ്, എന്നിട്ട് ഇതെന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ പാർട്ട് നമുക്ക് കിട്ടിയല്ലോ.
then subtract it. Okay, therefore area of large rectangle ABCD equal to 20 is the side. How go to 20 side? Large rectangle ABCD. Here 14 is given, here 6 is given. Therefore total length is 20. 20 into 10. 20 into 10 is 200. Okay, 20 into 10 is 200. Area of large rectangle ABCD equal to 20 into 10. That's equal to 200. Area of trapezium AFED equal to 200 minus 80. നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് നേരത്തെ ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആഡ് ചെയ്തിരിക്കുന്നത് സബ്ട്രാക്ട് ചെയ്യാം. Then 200 minus 80 equal to 120. Okay, this is our answer. നമുക്ക് ഇതിൻ്റെ ഈ ട്രപ്പീസ്യത്തിന് വേറെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ 120യും 80യും കണ്ടെത്താൻ പറ്റും. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽ ടു, ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. നമ്മുടെ എലിപ്പട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഷേപ്പാണ്. ഈ ലൈന് നിങ്ങൾ നോക്കണ്ട, ഈ രണ്ട് ലൈൻ ഇത് മാത്രം നോക്കി, 4 ലൈൻസ് മാത്രം, ഓപ്പോസിറ്റ് പാരലൽ ദീസ് 2 ലൈൻസ്. ഇത് ഞാൻ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ലൈൻസ് മാത്രമാണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി മീൻസ് ദിസ് പാരലൽ ലൈൻസ് ലെങ്ത്, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് എച്ച് എടുക്കാം, എന്നിട്ട് എയും ബിയും ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ അറിയാം എയും ബിയും. ഇപ്പം നമ്മുടെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് എ ട്രപ്പീസിയം മോഡൽ. ഈ പിക്ചർ ട്രപ്പീസിയം ആണ്. ദിസ് ഈസ് എ മെഷർമെൻറ്റ്, ദിസ് ഈസ് ബി മെഷർമെൻറ്റ്, ദിസ് ഈസ് എച്ച്. എച്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 14 പ്ലസ് 10. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 14 പ്ലസ് 1, 14 പ്ലസ് 10. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം? അതിന് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഹാഫ് 10 ഈസ് 5. 14 plus 10 equal to 24. Then multiply to get 120. Area of trapezium ECBF. ECBF means ECBF. ഇതിൻ്റെ എ മെഷർമെൻറ്റ് എ ആണ്. ഇത് 6 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ 6 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ബി എഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് ബി മെഷർമെൻറ്റ് മീൻസ് 4 plus 6 equal to 10. 4 plus 6 equal to 10. 4 plus 6 equal to 10. Therefore half into 10 into half into h into 6 plus 10. Half into 10 is 5 into 16. That's equal to 80. നമുക്ക് ഇതേപോലെ ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ കണ്ടെത്താം. അപ്പം ഓർമ്മിക്കേണ്ട കാര്യം, നമുക്ക് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, അങ്ങനെ കണ്ടെത്താം. അല്ലേ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ദെൻ വി ഗോ ടു ട്രപ്പീസിയം ആൻസർ, then total area find. After that subtract total area minus this part. ഈ പാർട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെതും ഈ ട്രയാങ്കിളും ആഡ് ചെയ്താൽ നമുക്ക് ഈ പാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് 60, ദിസ് ഈസ് 20, therefore this total part is 80. Then total is here 14 plus 6 20. 20 into 10 is 200. That 200 minus 80 equal to 120. Therefore this part is 120. This is a trapezium. നമ്മുടെ എലിപ്പട്ടീൻ്റെ മോഡലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 200 minus 80 equal to 120. This is 120 and this is 80 part. This both to get 80 part. This is 120, here 20, this is 60.